ഓനെ കിട്ടിയോ? പറഞ്ഞ ശേഷം യെരൂശലേമിലേക്ക് പോകുവാനായി മുമ്പോട്ട് നടന്നു. അവൻ ബെത്സൈദ എന്ന് വിളിക്കപ്പെടുന്ന പർവ്വതത്തിനടുത്തുള്ള ബെത്ഫാഗേക്കും ബെഥാനിയായ്ക്കും അടുത്തപ്പോൾ തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചുകൊണ്ട് അവരോട് നമ്മുടെ നേരെയുള്ള ഗ്രാമത്തിലേക്ക് പോയി. നിങ്ങൾ അതിൽ പ്രവേശിക്കുമ്പോൾ അതിന്റെ പുറത്ത് ഒരിക്കലും ആരും കയറിയിട്ടില്ല. അതിനെ അഴിക്കുന്നത് ഞങ്ങളുടെ കർത്താവിന് ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് പറയുവീനെന്ന് പറഞ്ഞു. ആ അയക്കപ്പെട്ടവർ പോയി അവനെ പറഞ്ഞിരുന്ന പ്രകാരം ചെയ്യുകയും ചെയ്തു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ, നിങ്ങൾ ഈ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിനോ എന്ന് ചോദിച്ചു. അവനവരോട് ഞങ്ങളുടെ കർത്താവിന് ഇതിന്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അവർ അതിനെ യേശുതമ്പുരാന്റെ അടുക്കൽ കൊണ്ടുചെന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങളെ വിരിച്ച് യേശുതമ്പുരാനെ അതിൽ കയറ്റി അവർ പോകുമ്പോൾ പലരും തങ്ങളുടെ വസ്ത്രങ്ങളെ വഴിയിൽ വിരിച്ചു. സൈഫ് പർവ്വതത്തിന്റെ ഇറക്കത്തോടടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ടിട്ടുള്ള സകല അത്ഭുത ശക്തികളെയും കുറിച്ച് സന്തോഷിച്ച് ആർത്തു വിളിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഈ മലയാളം പറയുമ്പോൾ കേൾക്കുവാനായിട്ട് പ്രത്യേകം Hosanna Mubarakoi Audose Malko Beshumedo Morio Mubarakoi Malko Shaino Bashumayo Deshubohato Bamarovi Ushana ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. കൊമ്പുകളേന്തീതാ പിഞ്ചുകിടാങ്ങൾ പാടുന്നു ഭൂസ്വർഗങ്ങളിലൂശാന ദാവീദാത്മജനു